വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവും അതിശയിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും. നിലമ്പൂർ ഫാസ്റ്റ് ഏതെടുത്താലും 199 രൂപ മാത്രം. 199 രൂപയുടെ മഹാത്ഭുതം. ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ ഗ്രൗണ്ട്, കോടതിപ്പടി, മഞ്ചേരി റോഡ്, നിലമ്പൂർ. പിട്ടാപ്പിള്ളിൽ ഏജൻസി, വെള്ളിയന്തോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. മൃദുവായ ഇഡലിയും ക്രിസ്പിയായ ദോശയും കൃത്രിമ നിറങ്ങളോ പ്രിസർവേറ്റീവുകളോ ഇല്ലാതെ EKS ഇഡലി ദോശമാവ്, കുടുംബത്തിന്റെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണം. വരൂ, നിങ്ങളുടെ ഇഷ്ടവാഹനം ഏറ്റവും വിശ്വസ്തയോടുകൂടി തെരഞ്ഞെടുക്കൂ. ഓട്ടോ പാലസ്, ഊട്ടി മെയിൻ റോഡ്, കലാസാഗർ, എടക്കര. ഫോൺ 9539107485. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പു നൽകുന്നു. ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. പരമ്പരാഗത രുചിയോടെ മൃദുവായ ഇഡ്ലിയും മുരിഞ്ഞ ദോശയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അടുക്കളയിൽ നിറയട്ടെ ഉന്നതമായ രുചിയും ഗുണനിലവാരവും. കുടുംബത്തിൽ പുലരട്ടെ ആരോഗ്യവും സന്തോഷവും. രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വൺ TV വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. വണ്ടൂർ നവീകരണ പ്രവർത്തികളുമായി ബന്ധപ്പെട്ട് വ്യാപാരികളും പൊതുജനങ്ങളും നേരിടുന്ന കടുത്ത യാത്രാക്ലേശങ്ങൾക്ക് താൽക്കാലിക പരിഹാരം. പുതുതായി നടപ്പിലാക്കിയ ഗതാഗത പരിഷ്കരണം വലിയൊരു പരിധിവരെ ടൗണിലെ യാത്രാ ദുരിതം കുറച്ചു. എരുമമുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ഡോക്ടർ ജോസഫ് മാർ തോമസ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം സംഘടിപ്പിച്ചു. സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ കെട്ടിടം നാടിന് സമർപ്പിച്ചു. തിരുവാലി ഗ്രാമപഞ്ചായത്തിലെ എറിയാട് സ്കൂൾ പടിയിൽ മിനി മാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചു. MLA ഫണ്ടിൽ നിന്നും തുക വകയിരുത്തിയാണ് ലൈറ്റ് സ്ഥാപിച്ചത്. ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ വണ്ടൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായികമേള നടത്തി. അംഗങ്ങൾ പ്രായം മറന്ന് കായികമേളയിൽ ആവേശത്തോടുകൂടി പങ്കെടുത്തു. വിശദമായ വാർത്തകളിലേക്കാണ്. വണ്ടൂരിൽ ടൗൺ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വലിയ യാത്രാ ദുരിതമാണ് ദിവസങ്ങളോളം ഉണ്ടായിരുന്നത്. സംസ്ഥാന പാതയിൽ ഈ യാത്രാക്ലേശം വലിയ തോതിൽ യാത്രക്കാരെയും വ്യാപാരികളെയും ഒക്കെ വലച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി താൽക്കാലിക പരിഹാര നടപടികൾ ഇപ്പോൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചർച്ച നടത്തി സ്വീകരിച്ചിരിക്കുകയാണ്. ഈ പരിഹാര നടപടികൾ ഇപ്പോൾ നടപ്പിലാക്കി തുടങ്ങിയതോടുകൂടി ടൗണിലെ ഗതാഗത കുരുക്കിന് താൽക്കാലികമായ ഒരു പരിഹാരം വന്നിട്ടുണ്ട്. സാധാരണ കുരുക്കുള്ള സമയങ്ങളിൽ നീണ്ട വാഹനങ്ങളുടെ നിരയാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ആ സ്ഥിതി വണ്ടൂർ ടൗണിന്റെ ഹൃദയഭാഗത്തില്ല. താൽക്കാലികമായി ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമായിട്ടുണ്ട്. വണ്ടൂരിലെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെയൊക്കെ നേതൃത്വത്തിൽ നിരന്തരമായി അധികൃതർക്ക് നൽകിയ നിവേദനങ്ങളും ഈ വിഷയത്തിൽ അവരുടെയൊക്കെ ഇടപെടലുകളും ഒക്കെ കൊണ്ടാണ് ഈ ഒരു ടൗണിലെ താൽക്കാലിക കുരുക്കിന് ഇപ്പോൾ പരിഹാരം കണ്ടെത്തുവാൻ സാധിച്ചിരിക്കുന്നത്. വണ്ടൂർ ടൗണിന്റെ നവീകരണവും സൗന്ദര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് മാസങ്ങളായി തുടരുന്ന പ്രവർത്തികൾ വ്യാപാരികൾക്കും കാൽനട യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിക്കുന്നത്. ടൗണിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുവാൻ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് വണ്ടൂർ വ്യാപാരി വ്യവസായി സമിതി പഞ്ചായത്തിലും PWD ഓഫീസിലും പോലീസ് സ്റ്റേഷനിലും നിരന്തരം നിവേദനങ്ങൾ നൽകിയിരുന്നു.
ഇതേ തുടർന്ന് വണ്ടൂർ പഞ്ചായത്ത് അധികൃതർ വിളിച്ചു ചേർത്ത പ്രത്യേക യോഗത്തിലാണ് ടൗണിൽ പുതിയ ട്രാഫിക് പരിഷ്കരണങ്ങൾ ഏർപ്പെടുത്തുവാൻ തീരുമാനമായത്. നിലവിൽ നടപ്പിലാക്കിയ ഈ ഗതാഗത നിയന്ത്രണം വ്യാപാരികൾക്കും ബസ് ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും ഏറെ ഉപകാരപ്രദമായി മാറിയിട്ടുണ്ട്. സംഘടനയെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ നിമിഷമാണ് ഇതെന്ന് ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ഒട്ടേറെ നിവേദനങ്ങളാണ് വണ്ടൂർ വ്യാപാരി വ്യവസായ സമിതി കൊടുത്തിട്ടുള്ളത്. പഞ്ചായത്തിലും അതുപോലെ തന്നെ PWDയിലും പോലീസ് സ്റ്റേഷനിലും ഒട്ടേറെ നിവേദനങ്ങളും കൊടുത്തിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് വണ്ടൂർ പഞ്ചായത്ത് മീറ്റിംഗ് വിളിക്കുകയും ഈ മീറ്റിംഗിന്റെ ഭാഗമായി പുതിയൊരു ട്രാഫിക് പരിഷ്കരണം വണ്ടൂർ അങ്ങാടിയിൽ കൊണ്ടുവരികയും ചെയ്തത്. ഇത് വളരെയധികം ഉപകാരപ്രദമായിട്ടാണ് പൊതുജനങ്ങളും വാഹനങ്ങളും അതുപോലെ ബസ്സുകാരും വിദ്യാർത്ഥികളും അഭിപ്രായപ്പെടുന്നത്. അതേസമയം വണ്ടൂർ പാണ്ടിക്കാട് റോഡിൽ സ്ഥാപിക്കുവാൻ പോകുന്ന കൈവരികൾ വലിയൊരു ഭീഷണിയായി മാറുമെന്നും വ്യാപാരികൾ ചൂണ്ടിക്കാണിക്കുന്നു. മഞ്ചേരി റോഡിൽ മുൻപ് ഇത്തരത്തിൽ സ്ഥാപിച്ച കൈവരി മറിഞ്ഞു വീണ് ഒരു കുട്ടി അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. സമാനമായ രീതിയിൽ പാണ്ടിക്കാട് റോഡിലെ കൈവരികളും വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ പ്രയാസം സൃഷ്ടിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ വിഷയത്തിലും അനുകൂലമായ നടപടി ഉണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് വ്യാപാരികൾ. അതുപോലെ തന്നെയാണ് വണ്ടൂർ പാണ്ടിക്ക റോഡിലെ കൈവരി വരുന്നത്. ഈ കൈവരി ശരിക്കും വളരെയധികം പ്രയാസങ്ങളാണ് ഇവിടുത്തെ വ്യാപാരികളും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും ഉണ്ടാകുന്നത്. കാരണം മഞ്ചേരി റോഡിൽ തന്നെ ഈ കൈവരി കാരണത്താല് ഇപ്പൊ ഇന്നലെ ഒരു കൈവരി വീണ് ഒരു കുട്ടിന്റെ മേത്തേക്ക് വീഴേണ്ടതായിരുന്നു, കഴിച്ചിലായി പോയതാണ്. അതുപോലെ തന്നെ പാണ്ടിക്ക റോഡത്തെ കൈവരി ഞങ്ങള് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് PWDക്കും അതുപോലെ തന്നെ അനിൽകുമാർ എം.എൽ. മന്ത്രിക്കും നമ്മൾ കൊടുത്തതാണ്. ഇത് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഈ കൈവരി മാറ്റണമെന്നാണ് ഇതിലൂടെ ഞങ്ങൾക്ക് പറയാനുള്ളത്. സമിതി ഏരിയ പ്രസിഡന്റ് IV സമീർ, യൂണിറ്റ് സെക്രട്ടറി KV സുരേഷ്, പ്രസിഡന്റ് അഫ്സൽ, ട്രഷറർ സുധീഷ്, അസീസ് സുൽത്താന, സിദ്ദീഖ് റോയൽ എന്നിവർ സംസാരിച്ചു. എരുമമുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ഡോക്ടർ ജോസഫ് മാർ തോമസ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടത്തി. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീനാണ് കെട്ടിടം നാടിന് സമർപ്പിച്ചത്. വിദ്യാഭ്യാസ മണ്ഡലത്തിൽ നടത്തുന്ന അതിനുവേണ്ടി വിനിയോഗിക്കുന്ന പണവും അതിനുവേണ്ടി നടത്തുന്ന പരിശ്രമങ്ങളും അതിന്റെ പ്രയോജനം ഒരു തലമുറക്കല്ല, നിശ്ചിത കാലത്തേക്കല്ല, അത് അളവറ്റതാണ്. അതിങ്ങനെ വിവിധ തലമുറകളിലേക്ക് അതിന്റെ പ്രയോജനം കടന്നു പരന്നൊഴുകിക്കൊണ്ടിരിക്കും. അപ്പൊ അതാണ് നമ്മൾ കാണേണ്ടത്. വിദ്യാഭ്യാസ രംഗത്ത് വിനിയോഗിക്കുന്ന ഒരു രൂപ, അതിനുവേണ്ടി നടത്തുന്ന ഒരു പരിശ്രമം, അത് ഈ തലമുറക്ക് മാത്രമല്ല, വരാനിരിക്കുന്ന തലമുറകളിലേക്ക് നമ്മൾ ചെയ്യുന്ന സേവനമാണ്. അപ്പൊ അതിന്റെയൊക്കെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈ സ്കൂളിന്റെ മാനേജ്മെന്റ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്നേഹികൾ ഇത്തരത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തുന്നത്. ബത്തേരി രൂപതാധ്യക്ഷൻ ജോസഫ് മാർ തോമസ് മെത്രാപ്പൊലീത്ത അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ MLA ആര്യാടൻ ഷൗക്കത്ത് മുഖ്യപ്രഭാഷണം നടത്തി. തവനൂർ MLAയും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ VS ജോയ്, കൊണ്ടോട്ടി MLA TP അഷറഫ് അലി, നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി C മാമ്പ്ര, ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK സുരേഷ്, ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുശ്രീ സുരേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മി P, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് ചെയർപേഴ്സൺ സീനത്ത് നൌഷാദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജസ്മൽ പുതിയറ, സ്കൂൾ പ്രിൻസിപ്പൽ ബിജു പോൾ, മുഖ്യരക്ഷാധികാരി ഫാദർ പോൾസൺ ആറ്റുപുറം, ഇസ്മായിൽ മുത്തേടം, KT കുഞ്ഞാൻ, PT ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. MLAമാരെ ചടങ്ങിൽ ആദരിച്ചു. +2 പരീക്ഷയിൽ 1199 മാർക്ക് നേടിയ സാനിയ ജോൺസൺ, +2 SSLC പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾ എന്നിവരെ ആദരിച്ചു. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി സ്കൂൾ ലഹരി വിരുദ്ധ ക്യാമ്പസായും പ്രഖ്യാപിച്ചു. തിരുവാലി ഗ്രാമപഞ്ചായത്തിലെ എറിയാട് സ്കൂൾ പടിയിൽ MLA ഫണ്ടിൽ നിന്നും തുക വകയിരുത്തി സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനം സംഘടിപ്പിച്ചു. സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രിയും വണ്ടൂർ MLAയുമായ AP അനിൽകുമാർ ലൈറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമാ താരിയൻ, വൈസ് പ്രസിഡന്റ് മുഹമ്മദ് നജീബ്, വാർഡ് മെമ്പർമാരായ സഫാന ഷെറി, മിഥുൻ മാസ്റ്റർ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിരുവാലി മണ്ഡലം പ്രസിഡന്റ് ഇബ്നു കഥീർ, യൂത്ത് കോൺഗ്രസ് തിരുവാലി മണ്ഡലം പ്രസിഡന്റ് സുധീർ ബാബു, CTP മാനു, MK ഷെരീഫ്, KT സലീം എന്നിവരും മറ്റ് ജനപ്രതിനിധികളും കോൺഗ്രസ് പ്രവർത്തകരും പ്രദേശവാസികളും പങ്കെടുത്തു. പ്രദേശത്തെ രാത്രികാല യാത്രാ സൗകര്യവും പൊതുസുരക്ഷയും കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും പൊതുജനങ്ങൾക്ക് ഏറെ പ്രയോജനമാകുന്ന വികസന പദ്ധതിയാണ് മിനി മാസ്റ്റ് ലൈറ്റ് എന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം നാട്ടുകാർ
MLAയോടും പദ്ധതിയുടെ സാക്ഷാത്കാരത്തിനായി പ്രവർത്തിച്ച ജനപ്രതിനിധികളോടും നന്ദി അറിയിച്ചു. കഴിഞ്ഞ വർഷം നമ്മൾക്ക് നമ്മുടെ MLA പ്രിയങ്കനായ അനിൽകുമാർ സാർ തന്ന ലൈറ്റാണ് നമ്മൾ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യാനെത്തിയിട്ടുള്ളത്. നമുക്കറിയാം ഒട്ടനവധി ലൈറ്റുകൾ നമ്മുടെ തിരുവാലി പഞ്ചായത്തിലേക്ക് തന്നിട്ടുണ്ട്. ആ ഒരു ലൈറ്റാണ് നമ്മുടെ ഏറിയാട് ഭാഗത്തേക്ക് ഇന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ വണ്ടൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അംഗങ്ങൾക്കായി കായിക മേള നടത്തി. വണ്ടൂർ VMC ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിലാണ് കായികമേള നടന്നത്. മേളയുടെ ഉദ്ഘാടനം സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് T. വിനയദാസ് മാസ്റ്റർ നിർവഹിച്ചു. നിയോജക മണ്ഡലം തലത്തിലുള്ള ഉദ്ഘാടനം വണ്ടൂർ നിയോജക മണ്ഡലത്തിൻ്റെ മത്സരങ്ങളാണ് വണ്ടൂർ VMC ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്നത്. ഒരുപാട് കായിക താരങ്ങൾക്ക് പ്രചോദനം നൽകിയ ഈ ഗ്രൗണ്ടിൽ 19 വർഷമായി ഈ സ്കൂളിൽ അധ്യാപകനായി നിന്നതിൻ്റെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് KSSPയുടെ നിയോജക മണ്ഡലം തലത്തിലുള്ള കായികമേള ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. പ്രസിഡന്റ് KT അലവിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ KP വിജയകുമാർ, സെക്രട്ടറി C. മെഹബൂബ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി M. വേലായുധൻ, സംസ്ഥാന കൗൺസിലർമാരായ P. ഉണ്ണികൃഷ്ണൻ പോരൂർ, E. ഉദയചന്ദ്രൻ, കായികമേള കൺവീനർ P. ഉണ്ണികൃഷ്ണൻ, CK ജയരാജ്, KV സിന്ധു, ജോർജ് ചെറിയാൻ എന്നിവർ സംസാരിച്ചു. ട്രഷറർ NK രാജേന്ദ്രൻ നന്ദി പറഞ്ഞു. കായികമേള മത്സരങ്ങൾക്ക് CK ജയരാജ്, N. ശ്രീകൃഷ്ണകുമാർ, ഡോക്ടർ ജോൺസൺ ഫ്രാൻസിസ് എന്നിവർ നേതൃത്വം നൽകി. 18-ാം തീയതി രാവിലെ 8 മണിക്ക് വളാഞ്ചേരി VHSൽ ജില്ലാ കായികമേള മത്സരങ്ങൾ ആരംഭിക്കും. ഒരിടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകളിലേക്ക് വേഗം മടങ്ങി വരാം. ₹1 നിലമ്പൂരിൽ 20 ലിറ്റർ ബക്കറ്റ് ഉൾപ്പെടെ ഒരു വലിയ മുറവും ഡസ്റ്റ് പാനും മഗ്ഗും ബേസിനും ഉൾപ്പെടെ 5 ഗൃഹോപകരണങ്ങൾ അടങ്ങുന്ന ഒരു മെഗാ സെറ്റ് ₹1 ജൂലൈ 10-ാം തീയതി മുതൽ ജൂലൈ 14 വരെ നിലമ്പൂരിൽ ആരംഭിക്കുന്ന ₹199 മഹാത്ഭുതത്തിൽ ആദ്യമെത്തുന്ന 500 പേർക്ക് വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ, ബാഗുകൾ, ടോയ്സുകൾ, ഗിഫ്റ്റ് ഐറ്റംസുകൾ, സ്റ്റീൽ, പ്ലാസ്റ്റിക്, അലുമിനിയം, നോൺ സ്റ്റിക് ഗ്ലാസ് വെയർ ഗൃഹോപകരണങ്ങൾ ഏതെടുത്താലും ₹199 മാത്രം. അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവും അതിശയിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും. നിലമ്പൂർ ഫെസ്റ്റ് ഏതെടുത്താലും ₹199 മാത്രം. ₹199 മഹാത്ഭുതം. ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ ഗ്രൗണ്ട്, കോടതിപ്പടി, മഞ്ചേരി റോഡ്, നിലമ്പൂർ. പിട്ടാപ്പിള്ളിൽ ഏജൻസി, വെള്ളിയൻതോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. ഇരുപത്തിയഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യത്തോടെ എടക്കരയുടെ അഭിമാനമായ ഓട്ടോ പാലസ് കൂടുതൽ സവിശേഷതകളോടെ പ്രവർത്തനം തുടരുന്നു. ഏറ്റവും ഗുണനിലവാരത്തോടെ സെക്കൻഡ് ഹാൻഡ് ബൈക്കുകൾ, കാറുകൾ എന്നിവ ഇനി യഥേഷ്ടം സ്വന്തമാക്കാം. വാഹനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ ട്രെയിലർ സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. വരൂ, നിങ്ങളുടെ ഇഷ്ടവാഹനം ഏറ്റവും വിശ്വസ്തയോടുകൂടി തെരഞ്ഞെടുക്കൂ. ഓട്ടോ പാലസ്, ഊട്ടി മെയിൻ റോഡ്, കലാസാഗർ, എടക്കര. ഫോൺ 9539107485. നിങ്ങളുടെ പ്രഭാതത്തെ കൂടുതൽ രുചികരവും ആരോഗ്യകരവുമാക്കാൻ രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്.
100% ഗുണമേന്മ ഉറപ്പാക്കി പ്രത്യേകം തെരഞ്ഞെടുത്ത അരി ഉഴുന്ന്, ഉലുവ എന്നിവ ചേർത്ത് ശുദ്ധീകരിച്ച വെള്ളം ഉപയോഗിച്ച് ഹൈജീനിക് പ്ലാന്റിൽ തയ്യാറാക്കിയതാണ് രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. ഇനി പരമ്പരാഗത രുചിയോടെ മൃദുവായ ഇഡ്ലിയും മൊരിഞ്ഞ ദോശയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അടുക്കളയിൽ നിറയട്ടെ ഉന്നതമായ രുചിയും ഗുണനിലവാരവും. കുടുംബത്തിൽ പുലരട്ടെ ആരോഗ്യവും സന്തോഷവും. രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് വണ്ടൂർ. പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ AC, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, LED TV, മിക്സി, ചിമ്മിനി ആൻഡ് ഹോബ്, ഓവൻ, സ്റ്റൗ, കുക്കർ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, എയർ കൂളർ, ഫാൻ, ഹോം തിയേറ്റർ, ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങി എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷറഫിയ ഉറപ്പു നൽകുന്നു. മാത്രമല്ല പലിശരഹിത EMI സൗകര്യവും ലഭ്യമാണ്. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931 248 535 9447 338 503. എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ്. വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ്. ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. പിട്ടാപ്പിള്ളിൽ ഏജൻസി, വെള്ളിയൻതോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. EKS ഉണ്ടെങ്കിൽ പിന്നെ പ്രഭാതം പ്രസരിപ്പോടെ. EKS ഇഡലി ദോശമാവ് പ്രത്യേകം തിരഞ്ഞെടുക്കുന്ന ഗുണമേന്മയുള്ള അരിയും ഉഴുന്നും ചേർത്ത് ശാസ്ത്രീയമായ രീതിയിൽ ഏറെ ശുചിത്വത്തോടെ RO വാട്ടർ മാത്രം ഉപയോഗിച്ച് തയ്യാർ ചെയ്യുന്നത് കൊണ്ട് തന്നെ മികച്ച ഗുണനിലവാരം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. മൃദുവായ ഇഡലിയും ക്രിസ്പിയായ ദോശയും കൃത്രിമ നിറങ്ങളോ പ്രിസർവേറ്റീവുകളോ ഇല്ലാതെ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കാൻ അനുയോജ്യമായ പാക്കിംഗ്. ഇനി രുചിയിൽ നിറയട്ടെ വീട്ടിലെ സന്തോഷം. കുടുംബത്തിന്റെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണം. EKS ഫുഡ് പ്രൊഡക്ട്സ്, നിലമ്പൂർ. വാർത്തകൾ തുടരുകയാണ് പ്രേക്ഷകരെ. വണ്ടൂർ WIC ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ പുതിയ സംരംഭം തഹ്ഫീദുൽ ഖുർആൻ അക്കാദമിക്
ഇതിനുവേണ്ടിയുള്ള കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തി. സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാറാണ് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം ആത്മീയ വിദ്യാഭ്യാസം കൂടി സമന്വയിപ്പിച്ച് നൽകുന്നത് WCയുടെ പ്രത്യേകതയാണെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. ചടങ്ങിൽ ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ P മുജീബ് റഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. പരിപാടിയിൽ JNH മാനേജിംഗ് ഡയറക്ടർ VP മുഹമ്മദ് അലിയും കുടുംബാംഗങ്ങളും മുഖ്യാതിഥികളായിരുന്നു. WC ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ പ്രൊഫസർ P ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു. JNH ബോർഡ് ഡയറക്ടർ ഡോക്ടർ ആമിന മുഹമ്മദ് അലി, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ഡോക്ടർ മുഷ്കാത്ത് മുഹമ്മദ് അലി, അലി മുഹമ്മദ് അലി, WIC ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് അംഗം P അബ്ദുൾ ലത്തീഫ് എന്നിവർ സംസാരിച്ചു. പോരൂർ ഗ്രാമപഞ്ചായത്തിലെ AMLP സ്കൂൾ വീതനശ്ശേരിയിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും അക്കാദമിക് മാസ്റ്റർ പ്ലാൻ പ്രകാശനവും സംഘടിപ്പിച്ചു. AP അനിൽകുമാർ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ പാചകപ്പുരയുടെ ഉദ്ഘാടനവും സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ നിർവഹിച്ചു. നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് എല്ലാവരും പറയുന്നത്. 5ാം ക്ലാസ് 6ാം ക്ലാസ്സും 7ാം ക്ലാസ്സും കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് നന്നായിട്ട് വായിക്കാനോ പഠിക്കാനോ കഴിയുന്നില്ല പലർക്കും എന്നുള്ള ഒരാക്ഷേപം നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തണം. എല്ലാവരും 10ാം ക്ലാസ് പാസ്സാവുന്നു, ഹയർ സെക്കൻഡറി പാസ്സാവുന്നു. അങ്ങനെ പാസ്സായി കഴിഞ്ഞാൽ പിന്നീട് പോകുന്നത് ഒരു മത്സരങ്ങളുടെ ലോകത്തിലാണ്. അവിടെ വലിയ മത്സരം നടക്കുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരമാണ് അവിടെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. സർട്ടിഫിക്കറ്റ് മാത്രമല്ല, സർട്ടിഫിക്കറ്റ് എല്ലാവരും വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിയുടെ മികവാണ്. അപ്പോൾ അതുകൊണ്ട് അത്ര മികവുള്ള ഒരു തലമുറ എല്ലാ കാര്യത്തിലും ഉണ്ടാകണമെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ മാറ്റം വരണം. ആ മാറ്റത്തെക്കുറിച്ചും ഗവൺമെൻറ് വളരെ ഗൗരവത്തിൽ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നുണ്ട്. സ്കൂളിനായി നിർമ്മിച്ച ചുറ്റുമതിലും അനുബന്ധ ഗേറ്റും വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അമൃത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ LSS ലഭിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. പ്രധാന കവാടത്തിന്റെ ഉദ്ഘാടനം പോരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ടീച്ചർ നിർവഹിച്ചു. സ്കൂളിൽ സ്ഥാപിച്ച വാട്ടർ പ്യൂരിഫയർ പോരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം കുന്നുമൽ ഉദ്ഘാടനം ചെയ്തു. അക്കാദമിക് മികവ് ലക്ഷ്യമാക്കി തയ്യാറാക്കിയ അക്കാദമിക് മാസ്റ്റർ പ്ലാൻ പോരൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രകാശനം ചെയ്തു. ഹെഡ് മിസ്റ്റേഴ്സ് ജ്യോതി MR സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ PTA പ്രസിഡന്റ് KM ഷമീം അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രമീള, അബ്ദുൾ നാസർ M, ഗിരീഷ് കാലടി, സ്കൂൾ മാനേജർ അഹമ്മദ് കുട്ടി, കുഞ്ഞി മുഹമ്മദ്, ബീന എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും വിദ്യാർത്ഥികളുടെ പഠനാന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനും സഹായകമാകുന്ന പദ്ധതികളാണ് ഉദ്ഘാടന ചടങ്ങിലൂടെ യാഥാർത്ഥ്യമാക്കിയതെന്ന് പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. മഞ്ചേരിയിൽ ഇന്ന് ഒരു കാറിന് തീപിടിച്ച് വലിയൊരു അപകടമുണ്ടായി. മഞ്ചേരി മേലാക്കം കല്ലിങ്ങൽ പെട്രോളിയത്തിന്റെ മുൻപിലാണ് ഇങ്ങനെയൊരു അപകടമുണ്ടായത്. പള്ളിയാളിൽ മുബഷീർ എന്നയാളുടെ ഹോണ്ട സിറ്റി കാറാണ് കത്തിയത്. മഞ്ചേരി അഗ്നിരക്ഷാസേനയുടെ 2 യൂണിറ്റ് സ്ഥലത്തെത്തി പൂർണ്ണമായും തീ അണച്ചു. ഷൗക്കത്ത് അലി എന്നയാളുടെ കാർ സർവീസ് സെന്ററിൽ നിർത്തിയിട്ടിരുന്ന കാർ ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് കത്തിയതെന്ന് ആണ് ഇപ്പോൾ പ്രാഥമിക വിവരം. മഞ്ചേരി അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ K പ്രതീഷിന്റെ നേതൃത്വത്തിൽ ഗ്രേഡ് STO സലീം, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ അനൂപ് MV, സജീഷ് M, മെഹബൂബ് റഹ്മാൻ, പ്രജിത്ത് KK തുടങ്ങിയവരൊക്കെയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വണ്ടൂർ നവീകരണ പ്രവർത്തികളുമായി ബന്ധപ്പെട്ട് വ്യാപാരികളും പൊതുജനങ്ങളും നേരിടുന്ന കടുത്ത യാത്രാക്ലേശങ്ങൾക്ക് താൽക്കാലിക പരിഹാരം. പുതുതായി നടപ്പിലാക്കിയ ഗതാഗത പരിഷ്കരണം വലിയൊരു പരിധിവരെ ടൗണിലെ യാത്രാ ദുരിതം കുറച്ചു. എരുമമുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ഡോക്ടർ ജോസഫ് മാർ തോമസ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം സംഘടിപ്പിച്ചു. സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ കെട്ടിടം നാടിന് സമർപ്പിച്ചു.
തിരുവാലി ഗ്രാമപഞ്ചായത്തിലെ എറിയാട് സ്കൂൾ പടിയിൽ മിനി മാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചു. MLA ഫണ്ടിൽ നിന്നും തുക വകയിരുത്തിയാണ് ലൈറ്റ് സ്ഥാപിച്ചത്. ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ വണ്ടൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായികമേള നടത്തി. അംഗങ്ങൾ പ്രായം മറന്ന് കായികമേളയിൽ ആവേശത്തോടുകൂടി പങ്കെടുത്തു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. പ്രേക്ഷകരെ, വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം. 1TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവും അതിശയിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും. നിലമ്പൂർ ഫാസ്റ്റ് ഏതെടുത്താലും 199 രൂപ മാത്രം. 199 രൂപയുടെ മഹാത്ഭുതം. ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ ഗ്രൗണ്ട്, കോടതിപ്പടി, മഞ്ചേരി റോഡ്, നിലമ്പൂർ. പിട്ടാപ്പിള്ളിൽ ഏജൻസി, വെള്ളിയൻതോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. മൃദുവായ ഇഡലിയും ക്രിസ്പിയായ ദോശയും കൃത്രിമ നിറങ്ങളോ പ്രിസർവേറ്റീവുകളോ ഇല്ലാതെ EKS ഇഡലി ദോശമാവ്, കുടുംബത്തിന്റെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണം. വരൂ, നിങ്ങളുടെ ഇഷ്ടവാഹനം ഏറ്റവും വിശ്വസ്തയോടുകൂടി തെരഞ്ഞെടുക്കൂ. ഓട്ടോ പാലസ്, ഊട്ടി മെയിൻ റോഡ്, കലാസാഗർ, എടക്കര. ഫോൺ 9539107485. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പു നൽകുന്നു. ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. പരമ്പരാഗത രുചിയോടെ മൃദുവായ ഇഡ്ലിയും മൊരിഞ്ഞ ദോശയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അടുക്കളയിൽ നിറയട്ടെ ഉന്നതമായ രുചിയും ഗുണനിലവാരവും. കുടുംബത്തിൽ പുലരട്ടെ ആരോഗ്യവും സന്തോഷവും. രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്.